പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ബലരാമൻ ക്രിസ് തന്റെ സഹോദരനാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്നാൽ ഇത് അറിയാനിടയായതിനെ തുടർന്ന് എന്നെ ജയിലിലാക്കിയത് സാഗറും അതുപോലെ തന്നെ സുജയുമാണ്. അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. എന്നെ ജനിച്ചപ്പോൾ തന്നെ വലിച്ചെറിഞ്ഞവരല്ലേ അവർ. അതുകൊണ്ട് എനിക്ക് അവരോട് വെറുപ്പ് മാത്രമാണ് ഉള്ളത്. ഇത് കേൾക്കുന്ന ധനൽ ഭാഗ്യശ്രീ മുന്നിലേക്ക് വരികയാണ്. ഇതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ അമ്മയെയും അച്ഛനെയും വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. അവർ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് ചേട്ടാ. എന്തായാലും എടുത്തുചാടി ഒരു ഡിസിഷൻ ചേട്ടൻ എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരുപക്ഷെ ഭാവിയിൽ നമുക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഓഹോ, അപ്പോൾ നീ പറയുന്നത് ഞാൻ ഈ സത്യമെല്ലാം മറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ ഇരിക്കണമെന്നാണോ? സത്യങ്ങൾ വ്യക്തമായി അറിയണം ആദ്യം തന്നെ, എന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ചേട്ടാ. അല്ലാതെ എടുത്തു ചാടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രശ്നങ്ങൾ വളരെയധികം വഷളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനിടയിലാണ് കൃഷും സത്യങ്ങൾ അറിയാൻ ഇടയാകുന്നത്. ഇതോടെ കൺമണി, നീ എന്നിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. നിന്നെ ഞാൻ അത്രയധികം വിശ്വസിച്ചിരുന്നു. എന്നിട്ടും നീ എന്നെ സൗകര്യപൂർവ്വം ചതിക്കുകയായിരുന്നു അല്ലേ? ക്രിഷ് സാർ, ഞാൻ ചതിക്കുകയല്ല. ക്രിഷ് സാറിനെ സഹായിക്കാനാണ് ശ്രമിച്ചത്. ക്രിഷ് സാർ ഒരു കാര്യം മനസ്സിലാക്കണം. എടുത്തുചാടി ക്രിഷ് സാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ക്രിഷ് സാറിന് മാത്രമല്ല, എല്ലാവർക്കും കൂടിയാണ്. ബലരാമൻ ഒരിക്കലും തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ക്രിഷ് സാറിനെ സഹായിക്കാനും ബലരാമൻ ഉണ്ടായിരുന്നല്ലോ. നീ ഒന്നും അറിയാതെ ബലരാമന്റെ സൈഡ് പിടിക്കുന്നത് ശരിയല്ല കൺമണി. അവൻ ഒരു ചതിയനാണ്. എൻ്റെ സഹോദരിയെ കൊല്ലാൻ നോക്കിയവൻ. അവനോട് ക്ഷമിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ക്രിഷ് സാർ പറയുന്നത് ശരി തന്നെയാണ്. ബലരാമൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സത്യങ്ങളൊന്നും അറിയാതെ ആകാനും സാധ്യതയില്ലേ? ബലരാമനെ ഉപയോഗിച്ചുകൊണ്ട് കളിച്ചതാകാൻ സാധ്യതയില്ലേ? ക്രിഷ് സാർ, എന്തായാലും ബലരാമനെ കണ്ട് സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേണ്ടിയെങ്കിലും ക്രിഷ് സാർ അത് ചെയ്യണം. ഒടുവിൽ കൺമണിയുടെ വാക്കുകൾ തിരസ്കരിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് പോയി കാണുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ കൃഷ്. അങ്ങനെ കൃഷും അതുപോലെ തന്നെ ബലരാമനും സഹോദരന്മാരാണ് എന്ന് അറിഞ്ഞതിനു ശേഷം കണ്ടുമുട്ടുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.